സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോ തീരുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളതും ഏതൊക്കെ ടൈപ്പ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിന്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, പത്തനംതിട്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. നമുക്ക് മെയിൻ ആയിട്ട് 5 സ്കിൻ ടൈപ്പുകളാണ് ഉള്ളത്. ഈ 5 സ്കിൻ ടൈപ്പുകൾക്കും യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളും വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്കിൻ ടൈമിന് പറ്റിയ പ്രൊഡക്റ്റ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്കിന്നിൽ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് വരെ സംഭവിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്കിൻ ടൈപ്പ് നോക്കാം, ഡ്രൈ സ്കിൻ. പൊതുവെ ഇവരുടെ ശരീരം വളരെ ടൈറ്റ് ആയിരിക്കും. നമ്മളൊന്ന് നഖം വെച്ച് ഒന്ന് മാന്തിയാൽ തന്നെ അവിടെ ഒരു വെള്ള പൊടി വരാനായിട്ടും ഒരു വെള്ള കളറിൽ ആ നഖം പോയ ഭാഗത്ത് വര വരാനായിട്ടും തുടങ്ങും. മാത്രമല്ല, ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവരുടെ കാലിലും കൈയൊക്കെ മൊരി പിടിക്കാനായിട്ടും ഉണ്ടാകും. നമുക്കിങ്ങനെ അതിൻ്റെ നമുക്ക് പാറ്റേൺ കാണാനായിട്ടും സാധിക്കും. പിന്നെ ഇവരുടെ സ്കിന്ന് എപ്പോഴും ഒരു റഫ് ആയിരിക്കും. മെയിൻ ആയിട്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് നാച്ചുറൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നാച്ചുറൽ ഓയിൽ ഇല്ലാതാവാനായിട്ട് ഒരുപാട് റീസണുകളുണ്ട്. ചിലപ്പോൾ എൻവിറോൺമെന്റ്, അതായത് ക്ലൈമറ്റുകൾ കാര്യങ്ങളായിരിക്കാം, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കാം, അതുപോലെ തന്നെ ജെനറ്റിക് ആയിട്ടും കിട്ടാവുന്നതാണ്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള കൊഴുപ്പില്ലെങ്കിലും ഇതുപോലെ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഹൈഡ്രേഷൻ ആണ്. ഒന്ന്, ധാരാളം വെള്ളം കുടിക്കണം. പൊതുവെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അവരുടെ സ്കിൻ എപ്പോഴും വരണ്ട് പൊട്ടാനായിട്ടാണെങ്കിലും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ്. ഹൈഡ്രേഷൻ എപ്പോഴും അവർ പാലിച്ചിരിക്കണം. അടുത്തത് ഓയിലി സ്കിന്നുകാരാണ്. ഓയിൽ സ്കിൻ എന്ന് പറയാൻ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇവരുടെ സ്കിൻ എപ്പോഴും ഒരു ഷൈനിങ് ആയിരിക്കും, ഒരു ഗ്രീസി ടെക്സ്ചർ, അതായത് ഒരു എണ്ണമയമുള്ള ഒരു ശരീരമായിരിക്കും. ഈവൻ ഒരു ടിഷ്യൂ വെച്ച് നമ്മളൊന്ന് തുടച്ചാൽ തന്നെ ആ ടിഷ്യൂവിൽ കംപ്ലീറ്റ് ആ ഒരു ഓയിൽ അടങ്ങി ഒരു ട്രാൻസ്പെറന്റ് രീതിയിലോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഓയിൽ സ്കിന്നിന് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ സ്കിന്നിൽ ഓപ്പൺ പോഴ്സ് വരാനായിട്ടുള്ള ചാൻസുകൾ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ്, ആക്നെ പ്രശ്നങ്ങളും ഉണ്ടാകും. പിമ്പിൾസ് മെയിൻ ആയിട്ട് ഒരു പഴുപ്പടങ്ങിയിട്ടുള്ള പിമ്പിൾസ് വരാനാണ് ചാൻസ് കൂടുതൽ. കാരണം ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ പോഴ്സ് ഒരു ബ്ലോക്കേജ് സംഭവിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പിമ്പിൾസ് കൂടുതലായിട്ട് ഇവർക്ക് വരുന്നത്. ഇവരെപ്പോഴും പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം ചൂസ് ചെയ്യാൻ. മാത്രമല്ല, ഇവരുടെ ഡയറ്റിൽ എപ്പോഴും ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ളത്, ഒരുപാട് എണ്ണമയമുള്ളത്, നെയ്യ് കാര്യങ്ങളൊന്നും ഇവർ കൂട്ടാനായിട്ട് പാടില്ല. അടുത്തത് കോമ്പിനേഷൻ സ്കിൻ ആണ്. ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഓയിൽ സ്കിന്നും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നും മിക്സ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടീസോൺ. ടീസോൺ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റി, മൂക്ക്, അതുപോലെ തന്നെ ചിൻ റീജിയൻ, ഇത്ര പോർഷനിൽ ഓയിൽ പ്രൊഡക്ഷൻ വളരെ അധികം ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ നിങ്ങളുടെ കവിളുകളാണെങ്കിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനാണ് ഈ ടീസോൺ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ്. ഒരു ടീ നമ്മുടെ മുഖത്ത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഈ ടീസോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ മാത്രമായിരിക്കും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ഓയിൽ സ്കിന്നിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതേസമയം ചീക്സ് കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ കവിളുകൾ ഭാഗങ്ങളൊക്കെ വളരെ ഡ്രൈയും ആയിരിക്കും. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്കിൻ കെയർ നടത്തുമ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ തന്നെ നടത്തിയിരിക്കണം. അടുത്തത് സെൻസിറ്റീവ് സ്കിന്നാണ്. ഇവരുടെ സ്കിന്ന് പെട്ടെന്ന് ചുമക്കും. അതായത് നമ്മളൊന്ന് ഈവൻ പിച്ചാൽ പോലും പെട്ടെന്ന് ചുമന്ന് വരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇറിറ്റൻസ്, അതായത് പൊടി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, അലർജി പ്രശ്നം ചിലവരിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ സ്കിന്ന് പെട്ടെന്ന് ചുമന്ന് വരും. അതുപോലെ തന്നെ ഒരു ഇറിറ്റേഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അവർ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ജെന്റിൽ ആയിട്ടുള്ള സ്കിൻ കെയർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. അവരുടെ സ്കിൻ ബാരിയേഴ്സ് വളരെ വീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് സ്കിൻ ടൈപ്പ് ആണ് നോർമൽ സ്കിൻ ടൈപ്പ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ നോർമൽ ആയിരിക്കും. അന്ന് ഹൈഡ്രേഷൻ സംഭവിക്കുകയും ചെയ്തു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കില്ല. വളരെ സ്മൂത്ത് ആയിരിക്കും. ടെക്സ്ചറൊക്കെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചർ കൂടി ആയിരിക്കും. അത് മാത്രമല്ല, ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പിമ്പിൾസിന്റെ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവരുടെ സ്കിന്ന് വളരെ ക്ലിയറും ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും. ഇവർക്ക്
ഇങ്ങനെ ഒരു സ്കിൻ ടൈപ്പ് കിട്ടാൻ തന്നെ വളരെ റെയർ ആണ്. ഇനി അങ്ങനെയുള്ളവരാണെങ്കിൽ അവരും സ്കിൻ കെയർ ചെയ്യണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു സ്കിൻ കെയർ ഇവരും ഫോളോ ചെയ്തിരിക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മുഖം ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായിട്ട് മുഖം ഒന്ന് കഴുകുക. ഈ ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷം ഒരു പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, ഒന്നും തന്നെ അപ്ലൈ ചെയ്യരുത്. 1 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ സ്കിന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്കൊരു കുറച്ച് ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ റഫ് ആയിട്ടാണ് തോന്നണമെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ്. അതേസമയം വളരെ ഷൈനിങ് ആയിട്ട് ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓയിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീസോൺ, അതായത് നിങ്ങളുടെ നെറ്റി, മൂക്ക്, നിങ്ങളുടെ ചിൻ റീജിയനിൽ മാത്രം ഒരു ഷൈനിങ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കമ്പൈൻഡ് സ്കിന്നാണ്. ഇനി ചുമന്ന് വരുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, നോർമൽ ഒരു ഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് ഒരു പിടി കിട്ടി കാണും. അപ്പൊ എപ്പോഴും സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ക്ലെൻസർ കാര്യങ്ങൾ യൂസ് ചെയ്യുക, സ്ക്രബ്ബർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ് സെറം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒരു മസാജിങ് ക്രീം വെച്ച് ഒന്ന് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലായി കാണും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ മാത്രം മേടിച്ച് യൂസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും നമ്മുടെ അടുത്ത് സമീപിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.